എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? വോയിസ് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്, പിന്നെ നിങ്ങളുടെ തേർഡ് പേഴ്സണായിട്ട് കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. റീഡിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് ആയിരിക്കുന്ന പെർഫ്യൂം കണ്ടോ? അത് വന്ന് ഒരാളുടെ ഗിഫ്റ്റാണ് കേട്ടോ. സംബഡി ഹാസ് ഗിഫ്റ്റഡ്. അത് രാശി പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടാണ് തന്നെ. അതായത് എൻ്റെ രാശി ഋഷഭരാശിയാണ്, ഇടവരാശി. അപ്പോൾ ഇടവരാശിക്കാർ യൂസ് ചെയ്യേണ്ടുന്ന പെർഫ്യൂമാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഗിഫ്റ്റ് അയച്ചതാണ്. നല്ല മണം, നന്നായിട്ടുണ്ട്. പ്രമോ ഒന്നുമല്ല, ജസ്റ്റ് അവരൊരു സ്നേഹപൂർവ്വം അയച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയച്ച ആൾ കണ്ടോട്ടെ, അതവിടെ ഇരിക്കട്ടെ എന്ന്. താങ്ക് യു അയച്ചതാരായാലും കേട്ടോ. പേര് പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി പ്രോഗ്രാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവർക്കായിട്ട് എന്താണെന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് എന്താണ് കാണുന്നതെന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് എന്താണ് എന്ന് പറഞ്ഞു തരൂ. Devil. Oh, okay. Ace of Wands. Lovers. Okay. Nine of Swords. Hanged Man. Six of Pentacles. Four of Cups. World. Okay. Star. Temperance. Queen of Cups. Seven of Pentacles. King of Cups. Okay. ഒരുപാട് സ്നേഹം, ആരാധന, എന്താ പറയുക, നിങ്ങളെ പ്രതി അഡിക്ഷൻ, അട്രാക്ഷൻ എല്ലാം തന്നെ മനസ്സിൽ വെച്ച് ഇരിക്കുന്നതായിട്ടാണ് കറണ്ട് എനർജിയിൽ കാണുന്നത്. അവർ ജോലിയിലാണ് അറ്റ് പ്രസൻറ്റ്. നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ വളരെയധികം സ്നേഹത്തോടെയും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഇൻറ്റിമേറ്റ് മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അവർ തീവ്രമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളെ പ്രതി ഒരു അഡിക്റ്റീവ് ഫീലിംഗ് ആണ് അവർക്ക്. എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ടുപോകാൻ അവർ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല എന്ന് തന്നെയാണ് അവർക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് എന്നും റൊമാൻറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. വിട്ട് കളയാൻ സാധിക്കില്ല, കാരണം നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നവർക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ ഇടയിൽ ചില സിറ്റുവേഷൻസ് ഉണ്ട്, ദൂരമുണ്ട്, ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു. ആ ലോങ് ഡിസ്റ്റൻസ് അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടായിരിക്കാം ഇവർ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്. അവിടെ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു. ഓടിയെത്താൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്, പക്ഷെ സാധിക്കുന്നില്ല വിചാരിച്ച പോലെ. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും കൂടി അവർ ഏറ്റെടുക്കണം. നിങ്ങൾ അവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. വല്ലാത്തൊരു മിസ്സിങ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇമോഷണലി ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സങ്കടം, വിരഹം, സ്നേഹം എല്ലാം തന്നെ അതിൻ്റെ പാരമ്യത്തിൽ ഫീൽ ചെയ്യുന്നു എന്നർത്ഥം. മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ് അവർ. ഓക്കെ, ടെമ്പറൻസിൻ്റെ എനർജി വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു ബാലൻസിൽ, ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ നല്ല സ്നേഹത്തോടെ ഒരു ബാലൻസിൽ ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഒരു താരമാണ്. നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിരിക്കുന്ന പോലെയാണ്, ക്ലിങ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ മേലെ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും അവിടെ വന്നിട്ടുണ്ട്. ദൂരദിക്കിലായതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. ഓക്കെ, പക്ഷേ ധ്യാനം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് എന്നാണ്. കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും ഒരേ റീഡിങ്ങിൽ വന്നിരിക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങളെ അവരുടെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും മാരീഡ് കപ്പിൾസാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അല്ലെങ്കിൽ
നിങ്ങളെ ഒരു പാർട്ട്ണറുടെ സ്ഥാനത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി കാണുന്നത് എന്നും കാണുന്നു. ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് വീണ്ടും കാണുന്നു കേട്ടോ. ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കണം നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക. ട്രാവൽ ചെയ്തിട്ട് വേണമായിരിക്കും ഇവർക്ക് വന്ന് നിങ്ങളെ കാണാൻ. അതിൻ്റെ ഒരു വിഷമം, ആ ഒരു മിസ്സിങ് എനർജിയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. അവരുടെ ഒരു ഭാഗ്യദേവതയാണ് നിങ്ങൾ എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷമായിരിക്കും അവർക്ക് ലൈഫിൽ ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക. നിങ്ങൾക്കൊരു കോൾ, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നിങ്ങളെ വന്ന് കാണണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവർ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അടുത്ത കാലത്ത് എന്തെങ്കിലും ഒരു ഇവൻറ്റിൽ വെച്ചിട്ടോ, ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടോ, ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിലും തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു വെഡ്ഡിങ് ആയിരിക്കാം, മീറ്റിംഗ് ആയിരിക്കാം, ഒരു പബ്ലിക് ഇവൻ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ റോഡിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു തമ്മിൽ കാണാനുള്ള സാഹചര്യം. എന്ന് വെച്ചാൽ മറ്റുള്ളവരുണ്ടായിരിക്കും, ഒറ്റയ്ക്കായിരിക്കില്ല. ചുറ്റും ആൾക്കാരുള്ള ഒരു സമയത്ത് തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കറണ്ട് എനർജിയിൽ കേട്ടോ. നിങ്ങളെ കണ്ട മാത്രയിൽ അവർ നിങ്ങളുടെ ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുന്നതെല്ലാം അവർ സങ്കല്പിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു നോക്ക് അവർ കണ്ടു കാണും. അവർ കണ്ടിട്ട് സ്റ്റണ്ടായി പോവാന്ന് പറയില്ലേ, ആ രീതിയിൽ ഓൾറെഡി നിങ്ങൾ മീറ്റിങ്ങിലാണെങ്കിൽ, ആ ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ അവർ നിങ്ങളെ കണ്ടിട്ടുണ്ട്. കണ്ട സമയത്ത് അവർ ചിന്തിക്കുകയാണ്, എന്ത് രസമുണ്ട് കാണാനെന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ, കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക എന്നുള്ള എനർജി, ആ എനർജിയാണ് അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എംപ്രസ്സാണ്. ഇവരെ കിട്ടിയതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്ന് നമ്മൾ ചിന്തിക്കില്ലേ, ആ രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു അറ്റ് പ്രസൻറ്റ് കേട്ടോ. ശബ്ദം ക്ഷമിക്കുക. തീർച്ചയായും ഒരു കമ്മ്യൂണിക്കേഷൻ കേട്ടോ. കണ്ടാൽ സംസാരിക്കും, തീർച്ചയായിട്ടും സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല, മറ്റുള്ളവർ കൂടെ ഉണ്ടായിരിക്കാം. പക്ഷെ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഇവൻറ്റിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഉണ്ടെങ്കിലും അവരുടെ ഒപ്പം തന്നെ വന്ന് നിങ്ങളുടെ അടുത്ത് കണ്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഹൈലി എന്താ പറയുക, അട്രാക്റ്റഡ് ആണ് എന്ന് കാണുന്നു. അട്രാക്ഷൻ മാത്രമല്ല, റെസ്പെക്റ്റും അവർ നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, സംസാരിക്കുന്ന രീതി, പെരുമാറുന്ന രീതി, എത്ര എലഗൻ്റായിട്ടാണ് അവർ സ്വയം ഹാൻഡിൽ ചെയ്യുന്നത്, മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യുന്നത് ഓർത്ത് നമ്മൾ അഭിമാനിക്കില്ലേ, അതുപോലെ അവർ അഭിമാനിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, തൽക്കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അല്പം ക്ഷമ പുലർത്തേണ്ടത് ആവശ്യമുണ്ട് എന്നും അവർ കരുതുന്നുണ്ട്. സിറ്റുവേഷൻസ് എന്തൊക്കെയോ സോൾവ് ചെയ്തെടുക്കാനും മാത്രമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ സ്നേഹത്തിന് യാതൊരു കുറവും ഉള്ളതായിട്ട് കാണുന്നില്ല. സ്നേഹം മാത്രമല്ല, ഒരു അദൃശ്യമായ കയറുണ്ട്. പരസ്പരം നിങ്ങൾ ബന്ധിതരാണ്, നിങ്ങളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. ഇത് നിങ്ങളോടുള്ള കറണ്ട് എനർജി ആയിരുന്നു. ഇനി നിങ്ങളുടെ തേർഡ് പേഴ്സൺ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തേർഡ് പേഴ്സണോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും കൂടെ നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പേഴ്സൺ ഉണ്ട്. ആ തേർഡ് പേഴ്സണോടുള്ള അവരുടെ കറണ്ട് എനർജിയിൽ എന്താണ് കാണുന്നത്? ആ തേർഡ് പേഴ്സണോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ എന്താണ് കാണുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പേഴ്സൺ ഉണ്ട്. ആ പേഴ്സണോടുള്ള കറണ്ട് എനർജിയിൽ എന്താണ് കാണുന്നതെന്നൊന്ന് പറഞ്ഞു തരും. മജീഷ്യൻ, എടുക്കുകയാണേ. എംപറർ, 10 of Pentacles, okay. High Priestess, 4 of Pentacles, 7 of Queen of Pentacles, sorry, 7 na vayiche. The Sun, Temperance, okay. Hierophant, okay. 7 of Cups. ഞാൻ നേരത്തെ പറയാൻ വന്നത് 7 of Cups എന്നായിരുന്നു.
ഫോർ ഓഫ് കപ്സ് ക്ഷമിക്കുക, ആൻഡ് എംപ്രസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു മാനിപ്പുലേറ്റീവ് എനർജിയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഇവർ കൂടുതലായിട്ട് ഈയിടെയായിട്ട് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. സ്പിരിച്വലി കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ഇവർ ആ കുടുംബത്തിൻ്റെ എന്താ പറയുക, ചീഫ് ഏർണിംഗ് മെമ്പർ, മേജറായിട്ടുള്ള ഏർണിംഗ് മെമ്പർ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഇവരെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നും കാണുന്നു. ഇവർക്ക് ഈ തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കുടുംബം അവരുടെ സ്പൗസായിട്ട് തന്നെയാണ് എനിക്കിവിടെ കണക്റ്റ് ആവുന്നത്. ഓക്കെ, അത് മാതാപിതാക്കളായാലും ശരി, സ്പൗസായാലും ശരി, അവിടെ സാമ്പത്തികപരമായിട്ട് അവരെ ഭദ്രമാക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി അവർ ചുമലിൽ ഏറ്റെടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ കുടുംബത്തിൻ്റെ മൊത്തം പ്രൊട്ടക്ഷൻ അവരുടെ ചുമലിലാണ് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്ന. ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ് കൂടുതലായിട്ടും എനിക്കവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. കുടുംബത്തെ ചേർത്ത് നിർത്തുക, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ഇവർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറും എല്ലാം ഉണ്ടായിരിക്കും. അതുമാത്രമല്ല ഇവരുടെ സ്പൗസിനെ കുറച്ച് ഭയക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്പൗസ് അറിയുമോ, അതാണായാലും പെണ്ണായാലും അറിയുമോ എന്നുള്ളൊരു ഭയവും അവരെ ഭരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സേവിങ്സിനെ പറ്റിയിട്ടൊക്കെ ഇവർ വളരെയധികം ബോധേഡാണ്. നിങ്ങളുടെ തേർഡ് പേഴ്സണും വർക്കിംഗ് ആണ് എന്ന് കാണുന്നു. രണ്ടുപേരും തന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയിരിക്കും സേവിങ്സിൻ്റെ കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. നിങ്ങളുടെ തേർഡ് പേഴ്സണും ഒരുമിച്ച് തന്നെ ആയിരിക്കണം. ഓക്കെ, പൊതുവേ ഇവർ എന്താ വെച്ചാൽ ഒരു ബാലൻസിൽ ലൈഫ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം അവർ ഹാപ്പിയുമാണ് ആ ലൈഫിൽ എന്ന് കാണുന്നു. ഹെറോഫൻഡ് വെച്ചിട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അവരുടെ മറ്റ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും തന്നെ ആ വിവാഹം ഒരറ്റം എത്തിക്കണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. പകുതിക്ക് കളഞ്ഞിട്ട് പോകാൻ രണ്ടുപേരും തന്നെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും തന്നെ ഓവർ തിങ്കിങ്ങിലേക്ക്, സംശയങ്ങളിലേക്ക് വീണു പോകുന്ന, എസ്പെഷ്യലി നിങ്ങളുടെ തേർഡ് പേഴ്സൺ സംശയങ്ങളിലേക്ക് വീണു പോകുന്നത് പോലെയും അത്യാവശ്യം ചെറിയ ക്ലാഷസ്, അവരുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാവുന്നതായിട്ടും കാണുന്നു. ഓക്കെ, പക്ഷേ നിങ്ങളുടെ തേർഡ് പേഴ്സണ് തോന്നാറുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി അവിടെ അവൈലബിൾ അല്ല എന്നുള്ളത്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇമോഷണലി കണക്റ്റഡ് അല്ലാത്തൊരു ഫീലിംഗ് രണ്ടുപേർക്കും തന്നെ ഉള്ളതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ, അമ്മ സ്ഥാനത്തുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ മാതാപിതാക്കളായിരിക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ മാതാപിതാക്കളും ആയിരിക്കാം അത്. എന്ത് തന്നെ ആയാലും ആ ബന്ധം ഉപേക്ഷിച്ചിട്ട് അത്ര പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള എംപ്രസ് ഒരുമിച്ച് ഒരു റീഡിങ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് കൂടുതലായും സ്പൗസ് ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവരവരുടെ ജോലിയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു. രണ്ടുപേരും തന്നെ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം സേഫ്റ്റി, സെൽഫ് റെസ്പെക്റ്റ്, അതേപോലെ സെൽഫ് ലവ്, അതിലേക്കൊക്കെ അവരവരുടെ സ്വന്തം കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികപരമായിട്ട് ഇവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, മക്കൾക്ക് വേണ്ടിയിട്ടായാലും എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എങ്ങനെയെങ്കിലും ഇവരുടെ റിലേഷനിൽ, ഈ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ റിലേഷൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എഫേർട്ട് ഇടണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കാരണം അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വീണ്ടും അവിടെ സ്പൗസ് കണക്റ്റ് ആവുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് രണ്ടുപേരും തന്നെ വർക്കിംഗ് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള കുറവ് അവിടെ ഇല്ല. ഓക്കെ, അവർക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സാഹചര്യം അവർക്ക് ഇവരുടെ സ്പൗസിനില്ല. എന്നിരുന്നാലും രണ്ടുപേരും ഒരേപോലെ ഫാമിലിയാണ്, ഫാമിലിക്ക് വേണ്ടി കരുതൽ വേണം, ഭാവിയിലേക്ക് സേവ് ചെയ്ത് വെക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നന്നായി ചിന്തിക്കുന്നതായിട്ടും ഒരു ബാലൻസിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടുമാണ് അവിടെ കാണുന്നത് കേട്ടോ.
നിങ്ങളുടെ തേർഡ് പേഴ്സൺ അത്യാവശ്യം നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ് കേട്ടോ. എന്താണ്, ഒരു അല്പം വീട്ടിൽ വരാൻ താമസിച്ചാൽ എന്താണ് എവിടെയാണെന്ന് ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിങ്ങളുടെ തേർഡ് പേഴ്സണെ സ്വല്പം ഭയക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു 3-4 കാർഡ് കൂടെ എടുക്കാം ഷഫിൽ ചെയ്തിട്ട്. എന്ത് തന്നെ ആയാലും അവർ ആ മാരേജിൽ ഹാപ്പിയാണോ അല്ലയോ, അവർ ആ ഒരു ലൂപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ രണ്ടുപേരും തന്നെ ആ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കും പോലെ അതിൽ നിന്നും പുറത്ത് കിടക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്, എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാരേജിൽ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. രണ്ടുപേരും തന്നെ അവരവരുടെ ലോകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരാണ്, ഇരുന്ന് ചിന്തിക്കുക, അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യ കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും, കുഞ്ഞുങ്ങളുടെ കാര്യം സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് പരസ്പരം ഇല്ലാത്തൊരവസ്ഥയിൽ കൂടി അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണുന്നത്. പക്ഷെ രണ്ടുപേരും തന്നെ ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈക്വൽ ഗിവ് ആൻഡ് ടേക്കാണ്. എല്ലാം കൃത്യമായിട്ട് പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ടാവും. എല്ലാം കൃത്യമായിട്ട് തന്നെ പരസ്പരം പങ്കുവെച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരിക്കും കേട്ടോ. ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന പൈസ കിട്ടി, അതെന്ത് ചെയ്യാം എന്നെല്ലാമുള്ള കാര്യങ്ങൾ, കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇവർ പരമാവധി ഇവരുടെ റിലേഷൻഷിപ്പിനെ ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും തന്നെ എഫേർട്ട് ഇടുന്നതായിട്ടും തന്നെ കാണുന്നുണ്ട്. ഓക്കെ, ഇവർ അത്യാവശ്യം യാത്രകളൊക്കെ പോകുന്നുണ്ടായിരിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ കുഞ്ഞു ട്രിപ്സ് പോവുക, ഫാമിലീനെയും കൊണ്ട് യാത്രകൾ ചെയ്യുക, അങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവർ ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഷഫിൾ ചെയ്തിട്ട് ലാസ്റ്റ് കാർഡ്. പേജ് ഓഫ് കപ്സ്. ഇവരുടെ ഇടയിൽ അത്യാവശ്യം സംസാരം, കമ്മ്യൂണിക്കേഷൻ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ടായിരിക്കും. വളരെ സമാധാനപരമായിട്ട് ഇവരുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളുടെ തേർഡ് പേഴ്സണും ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ലൈക്ക് ചെയ്താലേ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. കമൻറ്റും ചെയ്യാൻ മറക്കരുത്. വേറൊന്നുമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.